നമ്മൾ ഇന്നലെ ഒരുമിച്ച് ധ്യാനിക്കാൻ ശ്രമിച്ചത് യൂദായെക്കുറിച്ച് യേശു നടത്തിയ ഒരു പരാമർശം അല്ലെങ്കിൽ പ്രസ്താവന. യേശു യൂദായെ നോക്കി പറഞ്ഞു, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാഴ്ചയിൽ തികച്ചും മാന്യൻ, പറയത്തക്ക അധികാരമോഹമോ സംശയരോഗമോ എടുത്തുചാട്ടമോ ഒന്നുമില്ല. നല്ല കാര്യപ്രാപ്തിയുള്ളവൻ, ഓരോ രൂപയും ശ്രദ്ധിച്ച് ചിലവാക്കണമെന്ന് ശാഠ്യമുള്ളവൻ, യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന രംഗം വരെയുള്ള സുവിശേഷ വേദഭാഗങ്ങളിൽ ഒരിടത്തും യൂദായിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളതായി നാം വായിക്കുന്നില്ല. എന്നാൽ ഇത്രയും മാന്യനായ, ഇത്രയും കാര്യപ്രാപ്തിയുള്ള, മറ്റ് ശിഷ്യന്മാരെക്കാൾ പക്വതയുള്ള ഒരു മനുഷ്യനെ നോക്കിയാണ് യേശു പറയുന്നത്, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം യേശു അങ്ങനെ പറഞ്ഞത് എന്നതിനെക്കുറിച്ച് നമ്മൾ സാമാന്യം വിസ്തരിച്ച് ഇന്നലെ ചിന്തിച്ചല്ലോ. 3 ചെറിയ കാരണങ്ങളാണ് നമ്മുടെ മനോമണ്ഡലത്തിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത്. ഒന്ന്, യൂദ സ്വയം വിറ്റ മനുഷ്യനാണ്. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ, മനസാക്ഷി വിറ്റ് മറ്റുള്ളവരുടെ കയ്യിലെ പാവയായി ജീവിച്ച മനുഷ്യൻ. യേശുവിനെ ഹൃദയം കൊണ്ട് അനുധാവനം ചെയ്യേണ്ടതിന് പകരം കാലുകൊണ്ട് യേശുവിനെ അനുഗമിച്ച യൂദ. 2, സ്നേഹം മനസ്സിലാകാത്ത മനുഷ്യൻ. 3.5 കൊല്ലം യേശുവിൻ്റെ കൂടെ നടന്നിട്ടും അവൻ്റെ കാല് കഴുകിയിട്ടും ഒറ്റിക്കൊടുക്കാൻ വരുന്ന യൂദായെ നോക്കി യേശു സ്നേഹിത എന്ന് വിളിച്ചിട്ടും അവസാനമായി അവന് സ്നേഹ ചുംബനം നൽകിയിട്ടും ഈ സ്നേഹത്തിൻ്റെ യാതൊരു ഭാവങ്ങളും യൂദായിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല. എന്തൊരു മനക്കട്ടിയാണ്, എന്തൊരു മനസ്സാണ്! ആര് സ്നേഹിച്ചാലും, എത്ര സ്നേഹിച്ചാലും ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയാത്ത തരത്തിൽ സ്നേഹം മനസ്സിലാകാത്ത മനുഷ്യൻ. 3ാമത് നമ്മൾ യൂദായെക്കുറിച്ച് ചിന്തിച്ചത്, പരാജയം എന്നത് ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് കണ്ട മനുഷ്യൻ. ദൈവത്തിൻ്റെ കൃപയേക്കാൾ വലിയതാണ് തൻ്റെ പാപമെന്ന് വിശ്വസിച്ച് ജീവിതം അവസാനിപ്പിച്ച യൂദ. യേശു യൂദായെ നോക്കി പറഞ്ഞു, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഒരു മറുവശം, അത് ഇന്നലെ നമ്മൾ ഒന്ന് വായിച്ചിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 5-ാമത്തെ വാക്യം. യേശുവിനെ ക്രൂശിക്കാനുള്ള എല്ലാ ന്യായവിസ്താരവും കഴിഞ്ഞു. പീലാത്തോസ് കിണഞ്ഞ് ശ്രമിച്ചിട്ടും യാതൊരു കുറ്റവും കണ്ടെത്താനായില്ല. എന്നിട്ട് ജനത്തോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ, ബിഹോൾഡ് ദ മാൻ. യോഹന്നാൻ 19:5. ഇതാ മനുഷ്യൻ. കുറച്ച് നാളുകൾക്ക് മുൻപ് എനിക്ക് വാട്സാപ്പിൽ ഒരു ചെറിയ മെസ്സേജ്, ഒരു 3 വാചകമേ ഉള്ളൂ. വളരെ ലളിതമായ വാക്കുകൾ. അതിങ്ങനെയാണ്: ആനയ്ക്ക് മദമിളകുന്നതും നായയ്ക്ക് പേ പിടിക്കുന്നതും മനുഷ്യന് മദം തലയ്ക്ക് പിടിക്കുന്നതും ഒരുപോലെയാണ്. മനസ്സിലാക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? നായയ്ക്ക് പേ പിടിച്ചാൽ, ആനയ്ക്ക് മദമിളകിയാൽ എന്തു ചെയ്യും? ആന കണ്ണിൻ്റെ മുൻപിൽ കാണുന്ന മനുഷ്യരെ മുഴുവൻ കൊല്ലും. ഇത്രയും നാളും സമയാസമയങ്ങളിൽ ഭക്ഷണം നൽകിയ ആനപ്പാപ്പാനെ ആയിരിക്കും ആദ്യം ചുരുട്ടി എറിയുന്നത്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, മദമിളകിയാൽ തള്ള ഏതാ തന്ത ഏതാ ഒന്നും അറിയില്ല. ഇനിയും പട്ടിക്ക് പേ പിടിച്ചാലോ? ഓടി നടന്ന് കടിക്കും. മദമിളകിയ ആന എങ്ങനെയാണോ പെരുമാറുന്നത്, പേ പിടിച്ച നായ എങ്ങനെയാണോ മനുഷ്യനെ കാണുമ്പോൾ പെരുമാറുന്നത്, ഏതാണ്ട് അതുപോലെയാണ് മനുഷ്യന് മദം തലയ്ക്ക് പിടിച്ചാൽ. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ മനുഷ്യരൂപമുള്ള പലരെ കാണാറുണ്ട്. കണ്ടാൽ മനുഷ്യനാണെന്ന് തോന്നും, പക്ഷേ ആരല്ല, മനുഷ്യനല്ല. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനുഷ്യത്വമാണ്. നമുക്കറിയാം, പട്ടിയെ പട്ടിയാക്കുന്നത് പട്ടിത്തമാണ്. എൻ്റെ വള്ളി കളയരുത്.
എന്നാൽ യേശുവിനെ നോക്കി എങ്ങനെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച പീലാത്തോസ് ഒരു ചെറിയ പ്രസ്താവന, ഇതാ മനുഷ്യൻ. എന്താണ് ഒരു മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം? ഇന്നും നാളെയുമായി അലസിപ്പോയ യൂദായെ പോലെ ജീവിക്കണോ, അതോ യേശുവിനെ പോലെ ഒരു അലങ്കൃത ജീവിതം നയിക്കണോ എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താ വിഷയം. അതിൻ്റെ ഒന്നാം ഭാഗമായി നമ്മൾ യേശുവിൻ്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ, എന്താണ് യേശുവിൻ്റെ ക്രൂശ് മരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? ഒരു വിചാരം മാത്രം ഇന്ന് പറയാം, ബാക്കി കാര്യങ്ങൾ നാളെ കൺവെൻഷൻ ഉണ്ടെങ്കിൽ പറയാം. കാരണം ഇന്ന് തന്നെ നിങ്ങളെല്ലാം നന്നായി കഴിഞ്ഞാൽ പിന്നെ നാളെ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ ഇരിപ്പ് കണ്ടാൽ ഇന്ന് തന്നെ ഞാൻ നന്നാവും, നന്നായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നാളെ കൺവെൻഷൻ പിരിച്ചുവിടുക നടത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നാളെ ഉണ്ടെങ്കിൽ എന്ന് പറയും. യേശുവിൻ്റെ ക്രൂശിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ പീലാത്തോസ് യേശുവിനെ നോക്കി തേണ്ട ഇതാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ, മനുഷ്യനായിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ പ്രവൃത്തിയും യേശുവിൻ്റെ ഉപദേശവും യേശുവിൻ്റെ മരണവും നമ്മളെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഒരു പൊതുചിന്തയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശുവിനെ നോക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത, നമുക്ക് കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കാൻ യേശുവിൻ്റെ ക്രൂശ് നമ്മളെ സഹായിക്കും. നമ്മളൊക്കെ സാങ്കല്പിക ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ എന്നും കേട്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ 2 സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചാണ് ഇയാൾ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. ഞാനിത് മുഴുവൻ കാണുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? സഭയ്ക്ക് വേണ്ടിയാണ്. സ്വപ്ന ലോകത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ വൈദികർ പട്ടം കിട്ടുന്ന സമയത്ത് വളരെ കാൽപ്പനികമായ സങ്കല്പങ്ങളോടുകൂടെയാണ്, അയ്യോ എന്തൊരു സുന്ദരം, നമ്മളങ്ങോട്ട് പ്രസംഗിക്കുന്നു, ജനം കേൾക്കുന്നു, ജനം രക്ഷിക്കപ്പെടുന്നു, ആത്മാവിൽ ആറാടുന്നു. ആദ്യത്തെ കമ്മിറ്റി കഴിയുമ്പോഴേ മനസ്സിലാവും. എന്തു മനസ്സിലായി? ഇത് അടുത്ത കാലത്തൊന്നും എന്തു പെട്ടെന്നാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സീനിയർ അച്ഛന്മാരൊക്കെ അവരുടെ 1-ാമത്തെ വർഷത്തെ ഉശിരിന്റെ പകുതിയെങ്കിലും ഇപ്പോൾ ഉണ്ടോ? അച്ഛ ഉശിരുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, അതിൻ്റെ പകുതിയെങ്കിലും ഇല്ല. എന്താ കാരണം എന്നറിയാം? ഞാൻ ആദ്യമൊക്കെ പള്ളിയിൽ പ്രസംഗിക്കുന്നത് 40 മിനിറ്റായിരുന്നു. ഇപ്പം അത് 7 മിനിറ്റായി. ഓരോ കമ്മിറ്റിയും പൊതുയോഗം കഴിയുന്തോറും എനിക്ക് പ്രസംഗിക്കാനുള്ള എൻ്റെ ഉത്സാഹം കുറഞ്ഞു വരിക. കാരണം എന്താ? ഉച്ചനായി ഹോസക്ത ഒന്നും ഇവിടെ ഒരു തേങ്ങയും. ആദ്യമൊക്കെ പള്ളിയിൽ ചെല്ലുന്ന സമയത്ത് ആളുകൾ പള്ളിയിലോട്ടൊക്കെ കയറി വരുമ്പോൾ മുണ്ടഴിച്ചിടും. ആ കയറി വരുന്നത് കണ്ടാൽ ഞാൻ വിചാരിക്കും, ദൈവം പോലും ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പുള്ളി മുണ്ടഴിച്ചിട്ട് ഇവനെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ വലിയ കഷ്ടമായി. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ, കല്യാണം കഴിച്ചപ്പോൾ എന്താ വരുന്നു അല്ലേ, ഡാർലിംഗ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴോ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് പെട്ടെന്നാണ് നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ കുരിശിനെ ചിന്തിക്കുമ്പോൾ ലെറ്റ് us try to be more realistic in our expectations. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, അത് ക്രിസ്തീയ വൈദികരുടെ ശുശ്രൂഷയായാലും ഇവിടുത്തെ ഗായക സംഘത്തിൻ്റെ പാട്ടായാലും കമ്മിറ്റിക്കാരുടെ പ്രവർത്തനങ്ങളായാലും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതികരണങ്ങളാണ് നമുക്കുണ്ടാവുന്നത്. നമ്മൾ വളരെ പെട്ടെന്ന് നിരാശപ്പെട്ടു പോകും, നമ്മൾ വളരെ പെട്ടെന്ന് തകർന്നു പോകും. എന്നാൽ യേശുവിനെ നോക്കിയാൽ കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. എന്താണ് കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോടെ, കുറച്ചുകൂടെ റിയലിസ്റ്റിക്കായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഏതാനും കാര്യങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് ചിന്തിക്കാം. യേശുവിനെ നോക്കുമ്പോൾ, യേശുവിൻ്റെ ക്രൂശിനെ നോക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ യാഥാർത്ഥ്യ ബോധം, നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കാൻ സാധിക്കില്ല. ചെറിയ കാര്യം. എന്താണ് പറഞ്ഞത്? നമുക്ക് എല്ലാ മനുഷ്യരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം ചെയ്ത് ജീവിക്കാൻ സാധിക്കില്ല. അതാർക്ക് സാധിച്ചില്ല? യേശുവിന് പോലും സാധിച്ചില്ല. അതുകൊണ്ട്
നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ ഇഷ്ടമില്ലാത്തവരും കണ്ടേക്കാം. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റാകണം എന്ന് നിർബന്ധമില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യം, പറയുന്ന കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്, പറഞ്ഞത് തെറ്റാകണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് നമ്മൾ ചെയ്തത് ശരിയാകണമെന്നും നിർബന്ധമില്ല. വാട്ട് ഈസ് പോപ്പുലർ ഈസ് നോട്ട് ഓൾവേസ് റൈറ്റ്, ആൻഡ് വാട്ട് ഈസ് റൈറ്റ് ഈസ് നോട്ട് ഓൾവേസ് പോപ്പുലർ. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് മറ്റെല്ലാം മറന്നുപോയാലും ഈ ഒരു കാര്യം ഓർത്തോണം. എല്ലാവരും നല്ലത് പറഞ്ഞു എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിയാകണം എന്ന് നിർബന്ധമില്ല. ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്നും നിർബന്ധമില്ല. അതുകൊണ്ട് ഒന്നാമത്തെ വിചാരം, എല്ലാവരെയും സന്തോഷിപ്പിച്ച് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ചെയ്ത് ലോകത്തിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല. യേശുവിന് പോലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ല. മരിച്ചുപോയ ഒരാളെ കുറിച്ച് നടത്തിയ പരാമർശം പറയുന്നത് ഔചിത്യമല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ലോകം മുഴുവൻ ധാരാളം ആരാധകരുള്ള മനുഷ്യനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണെന്നാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്ത എത്രയോ പേരുണ്ടെന്നറിയാമോ? അദ്ദേഹം പാലസ്തീനിലെ കഷ്ടപ്പെടുന്ന മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ കൊല്ലരുത്, ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ക്രിസംഖികൾ എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യർ മാർപ്പാപ്പായ്ക്ക് ഒരു പേര് കൊടുത്തു, മാർക്കാക്ക. ഇനിയുമുണ്ട് ധാരാളം അദ്ദേഹത്തെ കളിയാക്കി വിളിച്ച പേരുകൾ. പക്ഷേ ഇപ്പോൾ നാളെ ശനിയാഴ്ച അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരമൊക്കെ നടക്കുകയാണല്ലോ. നമ്മൾ മലയാളികളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. എന്തുകൊണ്ടാണ് നന്മ ചെയ്തിട്ടും എല്ലാ മനുഷ്യർക്കും അതിഷ്ടമാകാത്തത്? യു കനോട്ട് പ്ലീസ് എവ്രി വൺ. നിങ്ങൾക്ക് എല്ലാവരെയും ഇഷ്ടപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല. നമുക്ക് യേശുവിൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. യേശു ഒരു ദിവസം ഒരു ഭൂതം ബാധിച്ച മനുഷ്യനെ സുഖമാക്കി. ഒരാൾക്ക് സുഖം വരുന്നത് മോശം കാര്യമാണോ? ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ സുഖമായപ്പോൾ അവിടെയുള്ള ആളുകൾ എന്താ പറഞ്ഞെന്നറിയാമോ? നീ ഇങ്ങനെ സൗഖ്യമാക്കാൻ തുടങ്ങിയാൽ ഞങ്ങളുടെ പന്നിക്കച്ചവടം കുഴപ്പത്തിലാണ്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം. എന്താ മനുഷ്യർ ഇങ്ങനെയാവുന്നേ? എത്രയോ കാലമായി കല്ലറകളിൽ കഴിയുന്ന ഒരു മനുഷ്യൻ, ആ ദേശത്ത് മുഴുവൻ രാത്രി ഉറക്കമില്ലാതെ അലറി നടക്കുന്ന മനുഷ്യൻ, കല്ലുകൊണ്ടും കമ്പുകൊണ്ടും എപ്പോഴും ദേഹം ഇങ്ങനെ കുത്തി ഉപദ്രവിക്കുന്ന മനുഷ്യൻ, ചുരുക്കം പറഞ്ഞാൽ ഒരു ദേശത്തിന് മുഴുവൻ ഭയമുണ്ടാക്കിയ മനുഷ്യൻ. ഈ മനുഷ്യൻ സുബോധത്തോടെ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നാട്ടുകാർ പറയുക, എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥലം വിട്ടോണം. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പറയുക, ഞങ്ങളുടെ പന്നിക്കച്ചവടത്തെ അത് അഫക്റ്റ് ചെയ്യും. യേശു ഒരു ഭൂതഗ്രസ്തനെ സുഖമാക്കിയപ്പോൾ ഇത് കണ്ട മതനേതാക്കൾ പറയുകയാണ്, യേശു ഭൂതഗ്രസ്തനെ സുഖമാക്കിയത് വലിയ ദൈവശക്തി കൊണ്ടൊന്നുമല്ല, മറിച്ച് പുള്ളി ആരെ കൂട്ടുപിടിച്ചു? ബേൽസബൂലിനെ കൂട്ടുപിടിച്ചു. ആരാണ് ബേൽസബൂൽ? എൻ്റെ അമ്മാവനാണ്. നിങ്ങളുടെ ഈ തെക്കൻ തിരുവിതാംകൂറിൽ അങ്ങനെ പറയുമോ എന്നറിയില്ല. ഈ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കുട്ടനാട്ടുകാരനാണ്. ഞങ്ങൾ UK എന്ന് പറയും, അപ്പർ കുട്ടനാടെന്നും ചിലപ്പോൾ ഞങ്ങൾ യുണൈറ്റഡ് കിങ്ഡം എന്നും ഒക്കെ പറയും. UK എന്നേ പറയത്തുള്ളൂ. അവിടെ ഈ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുന്നവർക്ക് ഞങ്ങൾ പറയും അവന് സേവയുണ്ടെന്ന് പറയും. ഇവിടെ അങ്ങനെ പറയൂ? കണ്ട അങ്ങനെ ഉള്ളതായിട്ട് തോന്നുന്നേ ഇല്ല അല്ലേ? എന്തുകൊണ്ട്? സേവ. രണ്ടർത്ഥമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ സേവ എന്ന് പറഞ്ഞാൽ. ഇതിനും എന്താ പറയുക? സേവയുണ്ട്. കൂടുതൽ പരിചയമുള്ളവർ അതാ. എന്താണ്?
അച്ഛന്മാർക്ക് ആദ്യം പറഞ്ഞത് പരിചയം, കൊയറിൽ ചിലർക്ക് രണ്ടാമത് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ രണ്ടും പരിചയമുള്ളത് ഇവിടെ. അപ്പോൾ സേവ എന്ന് പറഞ്ഞാൽ വാട്ടീസ് അടിക്കുന്നവരെന്നുള്ള അർത്ഥമുണ്ട്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ സേവ എന്ന് പറഞ്ഞാൽ ചാത്തൻ സേവ. അതായത് ഇങ്ങനെയുള്ള കക്ഷികളെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് ഭൂതം ഇതൊക്കെ ഏർപ്പാടാക്കുന്നയാൾ, നമ്മുടെ ഒരു മണിച്ചിത്രത്താഴ് മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവർ പറയുകയാണ് യേശുവിന് സേവയുണ്ട്. കാരണം ഈ മനുഷ്യന്റെ ഭൂതത്തെ യേശു പുറത്താക്കിയത് ആരുടെ കൂട്ടുകൊണ്ടാ? ബേൽസബൂലിന്റെ കൂട്ടുകൊണ്ടാ. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിന് സേവയുണ്ട്. സേവിച്ചിടും നിന്നെ ഞാൻ, അതല്ല, ഇത് വേറെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവപുത്രനായ യേശു ഒരു ഭൂതം ബാധിച്ച മനുഷ്യനെ സുഖമാക്കിയപ്പോൾ നാട്ടുകാരെന്താ പറഞ്ഞേ? യേശുവിന്, നിങ്ങൾ പറ, ഇതാണ് മനുഷ്യൻ. ഒരാൾക്ക് നന്മയുണ്ടാകുന്നത്, ഒരു മനുഷ്യന് സൗഖ്യമുണ്ടാവുന്നത് തങ്ങൾക്ക് നഷ്ടമാകും എന്ന് കരുതുമ്പോൾ അവർ കുറ്റം പറയാൻ തുടങ്ങും. ഒരു കാര്യം ഇഷ്ടപ്പെടുമ്പോൾ, നമ്മൾ ഈ സാധാരണ പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മുടെ പെൺകുട്ടികളൊക്കെ ഈ ലെഗിൻസ് ഇടും. ഇപ്പോൾ പിന്നെ എന്തെങ്കിലും ഇട്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ നമ്മുടെ അമ്മച്ചിമാരൊക്കെ പറയും, എൻ്റെ അച്ഛോ ഇപ്പോഴത്തെ കുറേ പരിഷ്കാരി പെൺപിള്ളാരുണ്ട്, അവരെന്തോ ഇടുക, ലെഗിൻസ് ഇടും. അപ്പം ഞാൻ പറയും, ഈ തള്ളയ്ക്ക് വിടണമെന്നുണ്ട്, പക്ഷേ കാലൊന്ന് പൊങ്ങണ്ടേ. കാല് പൊങ്ങിയാൽ പിന്നെ പോവാറ് തിരുമ്മിന് കൊണ്ടുപോയി വരും, കാരണം കയറത്തില്ല. അതിട്ടാ കുഴപ്പം, ഇതിട്ടാ കുഴപ്പം, മുടി വളർത്തിയാ കുഴപ്പം. ഞാൻ എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ, കുറ്റം പറയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. പണ്ട് പല കഥയുണ്ട്. ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോയ കഥയുണ്ട്, നിങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ കഥ തന്നെ കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്തി ബെന്യാമീൻ മറ്റൊരു കഥയാക്കി മാറ്റിയിട്ടുണ്ട്. ബെന്യാമീൻ്റെ കഥ പറയാം, അതാകുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കഥയാണല്ലോ. മറ്റേതൊരു കഞ്ഞി ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് തോന്നും. ബെന്യാമീൻ എന്നൊക്കെ ആകുമ്പം ഇയാൾ ലുക്കില്ലെങ്കിലും ബെന്യാമീനെ ഒക്കെ വായിച്ചിട്ടുള്ള ആൾ. ബെന്യാമീൻ്റെ മനോഹരമായൊരു കഥയാണ്. അതിൽ ഒരു വീട്ടുകാരനും അയാളുടെ ഭാര്യയും ഭാര്യയുടെ സുഹൃത്തും കൂടെ ഒരു യാത്ര പോകും. അവരിങ്ങനെ യാത്ര പോകുമ്പോൾ വഴിക്ക് വെച്ച് ഒരു പരിചയക്കാരനെ കണ്ടപ്പോൾ കാർ നിർത്തി ഒന്ന് കുശലം അന്വേഷിച്ചു. അപ്പോൾ അയാൾ നോക്കിയപ്പോൾ ഈ ഭാര്യയും കൂട്ടുകാരിയും പുറകിലിരിക്കുക. അപ്പോൾ ഈ യാത്രക്കാർ വഴിയിൽ നിന്ന മനുഷ്യൻ ചോദിച്ചു, ഈ പുറകിലിരുന്ന സ്ത്രീകളോട് ചോദിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യരാ, ഒരാളെ ഇങ്ങനെ ഡ്രൈവർ ആക്കിയാണോ? ആരെങ്കിലും ഒരാൾ മുന്നിൽ കൂടി, രണ്ടുപേരും കൂടെ പുറകിലിരിക്കുന്നു, ഭർത്താവ് ഡ്രൈവറാണോ? ഭാര്യ കയറി മുമ്പിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു കൂട്ടുകാരനെ കണ്ടു, വണ്ടി നിർത്തി കുശലം അന്വേഷിച്ചു. അപ്പോൾ ചോദിച്ചു, ആഹാ അത് കൊള്ളാം, കൂട്ടുകാരിയെ പുറകിലിരുത്തിയിട്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ മുമ്പിലിരുന്ന് സൊള്ളുവാണോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ പുറകിലിരുന്നിട്ട് അവളെ കയറ്റി ഫ്രണ്ടിലിരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ വഴി വേറൊരുത്തനെ കണ്ടു, വെറുതെ കുശലം പറയാൻ നിർത്തിയ. അവൻ നോക്കിയപ്പം ഭാര്യ പുറകിലിരിക്കുന്നു, ഭാര്യയുടെ കൂട്ടുകാരി. ആഹാ, ഭാര്യ ഇരുത്തിക്കൊണ്ടാണോ ഈ അവിഹിതം എന്ന് അടുത്ത ഡയലോഗ്. അവർ കാർ അവിടെ ഇട്ടിട്ട് നടന്നു പോയി എന്നാണ് കഥ. മുമ്പിൽ ഇരുത്തിയാ കുഴപ്പം, രണ്ടുപേരും പുറകിൽ. ഒരു പണിയില്ലാത്ത കുറേ മനുഷ്യരുടെ രാവിലെ പാൻറ്റും ചുരിദാർ കിട്ടാൻ ഇറങ്ങും. ഒറ്റ കാര്യമേ ഉള്ളൂ, വഴിയിൽ വണ്ടി നിർത്തരുത്. ഇത് തന്നെ ഈ സോപ്പ് കഥ. നിങ്ങൾ ഈ മറ്റേ സോപ്പല്ല, ഈ സോപ്പ് കഥ. ഒരപ്പനും മോനും കഴുതയും കൂടെ പോവാ. ഇവരിങ്ങനെ പോകുന്നു, അപ്പനും മോനും വർത്താനം പറഞ്ഞുകൊണ്ട് പോകുന്നു. കഴുത ഒരു വിൽക്കാനായിട്ട് പോവുക. കഴുത അടുത്ത ഗ്രാമത്തിൽ ഒരു കഴുത കൂടെ ഉണ്ടായിട്ട് നിങ്ങളിങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടോ? അപ്പം കയറി കഴുതയുടെ പുറത്തിരുന്നു, മോൻ നടന്നു. അപ്പോൾ വേറൊരുത്തൻ ചോദിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, മോനെ നടത്തിച്ചിട്ട് അപ്പം കയറി കഴുതയുടെ പുറത്ത് കയറിയിരിക്കുന്നു. അപ്പോൾ അപ്പം കഴുതയുടെ പുറത്തുനിന്ന് കയറി ഇറങ്ങി, മോൻ കഴുതയുടെ പുറത്ത് കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരുത്തൻ ചോദിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, എടാ നിനക്ക് ഒരു മര്യാദ വേണ്ട, നിന്റെ അപ്പം നടക്കുമല്ലേ? അവർ രണ്ടുപേരും കൂടെ പിന്നെ കഴുതയുടെ പുറത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരുത്തൻ ചോദിച്ചു, ഒരു പാവം കഴുതയുടെ പുറത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ കയറുന്നത് മോശമാണ്. അവസാനം അവർ കഴുതയെ തലയെ വെച്ചുകൊണ്ട് പോയി എന്നാണ് കഥ. ഒരു പണിയുമില്ല, എന്തെങ്കിലും രണ്ടെണ്ണം പറയാതെ ഒരു ഉറക്കവുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസാക്ഷി ശരി എന്ന് പറയുന്നത് ചെയ്യുക. നിങ്ങളുടെ മനസാക്ഷി എന്താണെന്ന് ദൈവം നിങ്ങളോട് പറയുന്നുവോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങൾ മനുഷ്യർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം എന്ന് വിചാരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു കാലത്തും നിങ്ങൾക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താനാവില്ല. അതുകൊണ്ട് യേശുവിനെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ തിരിച്ചറിവ്, നിങ്ങൾക്ക് എല്ലാവരെയും എല്ലാ കാലത്തും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല. നിങ്ങൾ അങ്ങനെ ശ്രമിച്ചാൽ
നിങ്ങൾ തളർന്നു പോകുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. യേശുവിനെക്കുറിച്ച് ലോകപ്രകാരം യാതൊരു കുറവും പറയാനില്ല. ഒരു മനുഷ്യൻ സുഖമായപ്പോൾ അവർ പറയുകയാ യേശുവിന് സേവയാണ്. വീണ്ടും നമ്മൾ യേശുവിൻ്റെ ജീവിതം നോക്കുമ്പോൾ യേശുവിന് മുൻപുണ്ടായിരുന്ന ആളാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകനാണ് ഫുൾ ടൈം ഫാസ്റ്റിങ്ങാണ്. പുള്ളിക്ക് ചോറും വേണ്ട, കൂട്ടാനും വേണ്ട. പട്ടിണി കിടന്ന് കോടലി ചുരുങ്ങി. അപ്പോൾ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ആളുകൾ പറഞ്ഞു ഇയാൾക്ക് പിശാച. ഞങ്ങൾ അച്ഛന്മാരൊരു പള്ളി വരുമ്പം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയും? പ്രത്യേകിച്ച് എന്നെ പോലെ കിടന്ന് അയാളുടെ കുടലൊക്കെ ചുരുങ്ങി കിടക്കും. ഇനി എന്നാറ്റണ്ട് പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചാലോ? എൻ്റെ ദൈവം, ഇങ്ങനെയുണ്ടോ മനുഷ്യൻ? കഴിക്കാൻ പറ്റുമോ? കഴിക്കാതിരിക്കാൻ പറ്റുമോ? യോഹന്നാൻ സ്നാപകൻ കഴിച്ചില്ല, കല്യാണവും കഴിച്ചില്ല, ഭക്ഷണവും കഴിച്ചില്ല. അപ്പം നാട്ടുകാരെല്ലാം എന്താ പറഞ്ഞു? ഇയാൾക്ക് പിശാചയാണ്, അതുകൊണ്ടാണ് വിശപ്പില്ലാത്തത്. അപ്പം യേശു വിചാരിച്ചു എന്നാൽ പിന്നെ യോഹന്നാനെ പോലെ ആവണ്ട, വല്ലതും കഴിച്ച് ജീവിക്കാം. പുള്ളിയാണെങ്കിലോ ഫുഡടിയോടെ ഫുഡടി, എവിടെ ചെന്നാലും ഫുഡ്. പൊറോട്ട ബീഫ്, ബീഫ് പൊറോട്ട. യേശുവിൻ്റെ ഈ ഭക്ഷണം കഴിപ്പ് കണ്ടപ്പോൾ ആളുകൾ എന്താ പറഞ്ഞു? തിന്നും. ഇവൻ ഒരൊറ്റ വിചാരമേ ഉള്ളൂ, എന്ത്? പോലീസ് സ്റ്റേഷനിൽ കയറുന്നല്ല. വലതുകാലി വെച്ചാൽ ചോദിക്കും താമസിക്കാൻ വന്നാണ്, ഇടതുകാലി വെച്ചാൽ ചോദിക്കും മുടിപ്പിക്കാൻ വന്നാണ്, കയറിയില്ലെങ്കിൽ ചോദിക്കും അത്രയ്ക്ക് അഹങ്കാരമാണ്, ചാടി കയറിയാൽ ചോദിക്കും എടീ എന്താ ചെയ്യുക എന്ന് പറ. കഴിക്കാതെ വന്നാൽ പറയും പിശാചാന്ന് പറയും, കഴിച്ചാൽ പറയും. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിപ്പാൻ ഉള്ള വലിയ ഉൾബലമാണ് യേശുവിൻ്റെ ഐഹിക ജീവിതം, യേശുവിൻ്റെ പരസ്യ ജീവിതം നമുക്ക് നൽകുന്നത്. നമുക്ക് എല്ലാവരെയും എല്ലാ കാലത്തും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആവില്ല. യു കനോട്ട് പ്ലീസ് എവരി വൺ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യേശുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ മറ്റൊരാരോപണം, പുള്ളിയുടെ കൂട്ടുകെട്ട് ശരിയല്ല. എന്താണ് വേദപുസ്തകം പറയുന്നത്? യേശു എപ്പോഴും ആരുടെ കൂടാ? മഹായിടവേയുടെ ബിഷപ്പിൻ്റെ കൂടാണോ? ഡിസ്ട്രിക്ട് ചെയർമാൻ്റെ കൂടാണോ? പാപികൾ, ചുങ്കക്കാർ, അത് രണ്ടും ഓക്കെ. മൂന്നാമതൊരു കൂട്ടരോടും എന്ന് പറഞ്ഞാൽ മോശം സ്ത്രീകളുടെ കൂടാണ് ജീവിതം. നിങ്ങളൊന്ന് ആലോചിക്കുന്നത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? യേശുവിനെ കുറിച്ച് അവിടുത്തെ മത നേതാക്കന്മാർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പരാതി യേശുവിൻ്റെ കൂട്ടുകാരൊന്നും ശരിയല്ല. He is a friend of tax collectors, sinners and sex workers. ഈ സോളാർ സമരകാലത്ത് ഞാനൊരു വീട്ടിൽ ചെന്നു. പല കാര്യങ്ങളൊക്കെ പ്രധാനം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ അവിടെയുള്ള ഒരു വീട്ടുകാരിയുടെ പേര് ചോദിച്ചു. എമ്മൻ ചെയ്ത പേര് പറയത്തില്ല. കാരണം ആ പേര് പറയുന്നത് തന്നെ ഒരു പ്രശ്നമായി മാറി. അന്ന് കേരളത്തിലെ എല്ലാവരും ചങ്കിടിച്ചടിക്കുന്നത്. കാരണം ഓരോ ദിവസവും ഓരോ കടലാസുമായിട്ടാണ് ചേച്ചി വരുന്നത്. ഇന്ന് ആരുടെ പേരാ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സത്യത്തച്ഛൻ്റെ പേര് വല്ലതും പറഞ്ഞിരുന്നത് എന്തു വരുന്നതിന്? അല്ലെങ്കിൽ സുനിലച്ഛൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ എന്താണ്? ആ കടലാസിലെ ഒരു പേര് ഈ ചെയർമാൻ്റെ ആയിരുന്നെങ്കിൽ ഈ ചെയർമാൻ ഇപ്പോൾ എവിടെ ഇരുന്നേന്? കാരണം ഒരു സൽപ്പേരില്ലാത്ത, ഒരു മോശം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ നമ്മുടെ പേര് പറഞ്ഞാൽ പിന്നെ തീർന്നു ജീവിതം. അപ്പോഴാണ് യേശുവിനെ കുറിച്ച് പറയുക, യേശുവിൻ്റെ കൂട്ടുകെട്ടൊന്നും ചുങ്കക്കാർ, പാപികൾ, വേശ്യമാർ. ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മൾ ദൈവപുത്രൻ എന്ന് പറയുന്ന, ഞാൻ അച്ഛനായ സമയത്ത് എനിക്ക് ഞങ്ങളുടെ പള്ളിയിൽ ഒരു ആശംസയൊക്കെ തന്നപ്പോൾ അവിടെ ഒരു സീനിയർ അച്ഛൻ പറഞ്ഞു, എനിക്ക് അച്ഛനോടൊന്നേ പറയാനുള്ളൂ. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, എന്തായിരിക്കും ഈ സാറ് പറയും. അപ്പോൾ പറഞ്ഞു, സ്ത്രീകൾ പഴത്തൊലിയാണ്, സൂക്ഷിക്കണം. അയാൾക്ക് വേറെ ഒരു ഉപദേശവും എനിക്ക് തരാൻ കണ്ടില്ല. യേശുവിനെ കുറിച്ച് പറയുന്നത് മോശം സ്ത്രീകളാണ് യേശുവിൻ്റെ കൂട്ടുകെട്ടിലുള്ളത്. ഒരാളെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല ആയുധം എന്താ? ഒരു പെണ്ണിൻ്റെ പേര് ചേർത്ത് പറഞ്ഞാൽ മതി. അങ്ങനാണെങ്കിൽ യേശുവിനെതിരെ ഉണ്ടായ ഏറ്റവും വലിയ ആരോപണം സുവിശേഷത്തിൽ പറയുന്നത് അവൻ്റെ കൂട്ടുകാർ ചുങ്കക്കാരും പാപികളും വേശ്യമാരുമാണ്. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ പച്ചമരത്തോട് ഇങ്ങനാണെങ്കിൽ ഉണക്കമരത്തോട് എന്തായിരിക്കും? യേശു ഒരു വീട്ടിൽ ചെന്നു. ശിമോൻ്റെ വീടാ. പുള്ളി അവിടെ ചെന്നിട്ട് ശിമോൻ പുള്ളിയുടെ പത്രാസ് കാണിക്കാനായിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ ചില വീട്ടിൽ ചെല്ലുമ്പോഴാണ്, ഞാൻ
ഗ്ലാഡ്സ്റ്റൺ തിരുമേനിയോട് എന്തോ ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ട്, യേശുദാസൻ തിരുമേനിക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പം ഈ അവരാർക്കൊക്കെ ഫുഡ് കൊടുത്തെന്നുള്ളതിൻ്റെ പടം കാണിക്കും. ഇങ്ങനെ ശിമോൻ യേശുവിനെ ആർക്കൊക്കെ ചോറ് കൊടുത്തു എന്നൊക്കെയുള്ള ഫോട്ടോ കാണിച്ചുകൊണ്ടിരിക്കുക. മര്യാദ ഒന്നും കാണിച്ചില്ല, യഹൂദന്മാരുടെ ആതിഥ്യ മര്യാദ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ എവിടെ നിന്നോ വരുന്നു. അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ത്രീയല്ല. ആ പുള്ളിക്കാരി ഇങ്ങോട്ട് വന്ന് ഒരു വലിയ ജാറ് അങ്ങോട്ട് പൊട്ടിച്ച് അതിൽ കരുതിയിരുന്ന വില കൂടിയ സുഗന്ധദ്രവ്യം യേശുവിൻ്റെ ദേഹത്ത് മുഴുവൻ ഇങ്ങനെ അങ്ങ് വാരിപ്പരട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതുപോലൊരു മീറ്റിംഗ്, നിങ്ങൾക്ക് തീരെ അഭിപ്രായമില്ലാത്തൊരു സ്ത്രീ ഒരു വലിയ അത്തറകുപ്പി കൊണ്ടുവന്നു നമ്മുടെ സുനിലച്ചൻ്റെ ദേഹത്ത് മുഴുവൻ പെരട്ടി, മുടി കൊണ്ട് അത് തുടച്ച്. പറഞ്ഞപ്പോഴേ ആവേശമായി, ഊഹിച്ചാൽ മതി. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം, എന്ത് രസമാണെന്നറിയോ. ഒരു പരസ്യമായ എല്ലാവരും ഇരിക്കുന്നൊരു വീട്ടിലാണ് അത്. സുവിശേഷം ശരിക്കും വായിച്ചു നോക്കണം. ഇങ്ങനെ ഒരു സ്ത്രീയും നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടെന്നറിഞ്ഞാൽ മതി, പിന്നെ നമ്മുടെ കണ്ടക്ട് പോയി. ഈ സ്ത്രീ ഇതങ്ങോട്ട് പൊട്ടിച്ചു വന്ന് ദേഹത്തെല്ലാം പെരട്ടി. അച്ഛനൊന്ന് സങ്കല്പിച്ച് നോക്കി, പെരട്ടി. എന്നിട്ട് അവിടെ ഒരു വാചകം കൂടെ പറയുന്നുണ്ട്, അവൾ യേശുവിനെ ഇടവിടാതെ ചുംബിച്ചുകൊണ്ടിരുന്നു. ഒരു വലിയ ആൾക്കൂട്ടമുള്ള ഒരു സ്ഥലത്ത് യേശുവിന് വേണേ പറയായിരുന്നു, ഇപ്പോഴാണോ വരുന്നത്, പിന്നെ വാളില്ലാത്തപ്പോൾ എന്ന് പറയാമായിരുന്നു. യേശുവിനെ ഒരു സൽപ്പേരും ഇല്ലാത്ത സ്ത്രീ ഇടവിടാതെ ചുംബിച്ചുകൊണ്ടിരുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇതൊക്കെ വേദോസത്തിലുള്ള കാര്യമാണ്. നമ്മൾ ആ ഭാഗം വരുമ്പോൾ അങ്ങ് കണ്ണടയ്ക്കും. കാരണം യേശുവിന് മാന്യമായി എല്ലാവരോടും ഇടപെടാൻ കഴിയുന്നയാളാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയാണ്. യേശുവിൻ്റെ കൂട്ടുകാരെ നോക്കിക്കേ, ടാക്സ് കളക്ടേഴ്സ്, സിന്നേഴ്സ് ആൻഡ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. എന്നാൽ തന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെന്നറിഞ്ഞിട്ടും യേശു തൻ്റെ പ്രവർത്തന രീതി ഒന്നും മാറ്റിയില്ല. കാരണം സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കുക, ദൈവം തരുന്ന ബോധ്യത്തിനനുസരിച്ച് ജീവിക്കുക, എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കാം എന്ന് കരുതി വെറുതെ ആയുസ് പാഴാക്കാമെന്നല്ലാതെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എല്ലാ കാലവും നിങ്ങൾക്ക് ജീവിക്കാനാവില്ല. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരിക്കുന്ന യേശുവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവൻ്റെ കൂട്ടുകാർ ടാക്സ് കളക്ടേഴ്സ്, സിന്നേഴ്സ് ആൻഡ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അവൻ ചുങ്കക്കാരോടും പാപികളോടും വേശ്യമാരോടുമാണ് അവൻ്റെ കൂട്ടുകെട്ട്. അങ്ങനെ യേശുവിൻ്റെ ജീവിതം മുഴുവൻ നോക്കുമ്പോൾ യേശു എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചയാളല്ല. എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം എന്ന ആഗ്രഹത്തോടെ തൻ്റെ ബോധ്യങ്ങളെയും തൻ്റെ കാഴ്ചപ്പാടുകളെയും വേണ്ട എന്ന് വെച്ചയാളല്ല. യേശു ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ കച്ചവടക്കാരാ. ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ ഒരുത്തം വായിക്കുകയാണ്, യേശു ദേവാലയത്തിൽ ചെന്ന് അവൻ പ്രാവിനെ വിൽക്കുന്നവരെയും പെൺവാണിഭക്കാരെയും അടിച്ച് പുറത്താക്കി. അവിടെ എന്തോ എഴുതിയത്? അവൻ എന്നും പത്രത്തിൽ വായിക്കുന്നത് അതായതുകൊണ്ട് പുള്ളിക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ അച്ഛന്മാരായിരുന്നു ദേവാലയത്തിൽ ചെന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ചാട്ടവാറൊക്കെ അവിടെ വെക്കും. ഇവിടെ കുഞ്ഞു ഞങ്ങി വന്ന് നിന്റെ പ്രാവിൻ്റെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? നല്ലതായിട്ട് പോകുന്നു. വീട് പണിയൊക്കെ നല്ലതായിട്ട് പോകുന്നു. മോടെ കല്യാണം എന്നെ വിളിക്കണം കേട്ടോ. നിന്റെ പ്രാവിൻ്റെ കച്ചവടത്തിൻ്റെ വേറൊരു കൗണ്ടർ തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ, ആ പള്ളിയിലേക്ക് നല്ലതായിട്ട് പോകുന്നുണ്ടോ? എത്ര ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ പ്രാവിൻ്റെ കച്ചവടമുണ്ട്? വേറൊരുത്തനെ വിളിക്കും, പൊന്മാണിപ്പക്കാരനെ. കുഞ്ഞുട്ടി നിന്റെ പൊന്മാണിപ്പവും അതൊക്കെ ശരി നല്ലതായിട്ട് നടക്കുന്നുണ്ടോ? യേശു ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, യേശു ദേവാലയത്തിൽ ചെന്ന് പ്രാവ് വയ്ക്കുന്ന കുഞ്ഞുഞ്ഞിനെയും പൊന്മാണിമ നടത്തുന്ന കുഞ്ഞൂട്ടിയൊക്കെ വിളിച്ച് കുശലാന്വേഷണമൊക്കെ നടത്തി അവരുടെ ലാഭത്തെയൊക്കെ ചോദിച്ച് നന്നായിട്ടൊക്കെ കച്ചവടം പോകുന്ന യേശു അങ്ങനെയാണോ ചെയ്ത്? നമ്മളാരും എന്ത് ചെയ്ത്? അവനെ തലയെ കൈവച്ച് അനുഗ്രഹിക്കും. കാരണം എന്താ? ദൈവമേ നമ്മളൊന്നുകൂടെ വിറപ്പിക്കും. കാരണം വിറപ്പിക്കും, ഇത് ആത്മീയമാവില്ല. അങ്ങനെയാണ്. ശ്രദ്ധിച്ചിട്ടില്ല? എന്താണ് ഈ ആത്മീയവും ഭൗതികവും തമ്മിലുള്ള വ്യത്യാസം? ആത്മീയ പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്തോ? ദൈവം, അത് ആത്മീയം. ദൈവം വിറപ്പിച്ചാൽ ആത്മീയം, വിറപ്പിച്ചില്ലെങ്കിൽ വിറപ്പിച്ചാൽ ഉണർവുള്ള പ്രസംഗം, വിറപ്പിച്ചില്ലേ ഉണങ്ങിയ പ്രസംഗം. യേശു അവനെ ഇങ്ങോട്ട് വിളിച്ചേച്ച് അവൻ്റെ ദൈവമേ ഇവൻ്റെ പ്രാവിൻ്റെ കച്ചവടത്തെ നീ അനുഗ്രഹിക്കണം, ഞങ്ങൾ ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചവനെ അനുഗ്രഹിക്കുന്നു. യേശുവിന് ഈ പുല്ലൊന്നും വേണ്ട, ഈ അടിച്ചവനെ പുറത്താക്കി. യേശു പ്രാവ് കച്ചവടക്കാരൻ്റെയും പെൺവാണിപ കച്ചവടക്കാരൻ്റെയും പൊന്വാണിപ്പക്കാരൻ്റെയും ഒക്കെ തലയെ കൈവച്ച്, കർത്താവേ നീ ഇവന് അവസരം കൊടുത്തിരിക്കുന്നതിനാൽ സ്തോത്രം. ഈ ഡിസ്ട്രിക്റ്റിൽ മാത്രമല്ല, ഇവൻ ഈ മുഴുവൻ ഡിസ്ട്രിക്റ്റിലും പടർന്ന് പന്തലിച്ച് ബ്രസീലിയൻ പോള പോലെ ഇവൻ വളരണേ. യേശു ഒന്നും ചെയ്തില്ല, അടിച്ചവനെ പുറത്താക്കി. നമ്മളാണെങ്കിലും അടുത്ത ഇലക്ഷന് മത്സരിക്കണം മഹാ ഇടവകയുടെ. അപ്പോൾ ഈ കുഞ്ഞുട്ടിയെ തല്ലാൻ പറ്റുമോ? കുഞ്ഞുഞ്ഞിനെ പണക്കാൻ പറ്റുമോ? ഉള്ള സകല ക്ഷുദ്രജീവികളുമായിട്ട് നമ്മളങ്ങ് ബായി ആവും. യേശുവിന് ഇലക്ഷൻ ഒന്നും നിൽക്കണ്ട.
പുള്ളിക്ക് മഹായിടവകയിലും അത്ര മഹത്തായ അല്ലാത്ത പുള്ളിക്ക് മത്സരിക്കണ്ട. വോട്ട് വേണ്ടാത്തവൻ ഒരുത്തനെയും പേടിക്കണ്ട. ദേവാലയത്തിൽ ചെന്ന് അടിച്ച് പുറത്താക്കി. യേശു ചെയ്തത് നല്ല കാര്യമാണോ? നിങ്ങൾ പറ. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം ചെയ്യാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എല്ലാവരെയും എല്ലാ കാലത്തും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ നമുക്കാവില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുക. ഇംഗ്ലീഷിലൊരു വാചകമുണ്ട്, ഇഫ് യു വാണ്ട് ടു ബി ലൈക്ഡ് ബൈ എവ്രി വൺ സ്റ്റാർട്ട്സ് സെല്ലിംഗ് ഐസ്ക്രീം. യേശു യെരുശലേം ദേവാലയത്തെ നോക്കിയിരിക്കുക. അപ്പോൾ ശിഷ്യന്മാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഓ എൻ്റെ കർത്താവേ, എന്നാ പള്ളിയാ ഈ തെക്കൻ തിരുവിതാംകൂർ CSI പള്ളിയിൽ ഇതുപോലൊരു ഭംഗിയിൽ ഇതിൻ്റെ പണി കണ്ടോ, അത് കണ്ടോ. കർത്താവ് പറഞ്ഞാൽ ഇതൊക്കെ മുടിഞ്ഞ് നശിച്ചു പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊരു നല്ല പള്ളിയാണ്, അത് കാണിക്കാൻ എന്നെ വിളിക്കുക, കണ്ടോ വെച്ചാൽ എൻ്റെ പണി. അപ്പം ഞാൻ പറയും ഇത് മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞാലോ? യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോകും. യെരുശലേം ദേവാലയത്തിൽ ഓരോരുത്തർ വന്ന് നാണയം ഇടുന്നു. അവിടെ വിധവ വന്ന് 2 വെള്ളിക്കാശിട്ടു. ഞങ്ങൾ അച്ഛന്മാർക്ക് ഇഷ്ടമുള്ള ഭാഗമാണ്. കാരണം എന്താണെന്നറിയോ? പിരിവിന് ഇതിനേക്കാൾ നല്ലൊരു വാക്യം കിട്ടാനില്ല. വിധവ അവളുടെ ഉപജീവനം മുഴുവൻ അങ്ങ് എടുത്തിട്ട് വേണേൽ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് വിറപ്പിക്കും. പക്ഷേ ആ വാക്യത്തിന് തൊട്ടുമുകളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഒരു പാവം വിധവയ്ക്ക് അവളുടെ മുഴുവൻ സമ്പാദ്യവും ദേവാലയത്തിൽ ഇടേണ്ടി വരുന്നത്? ഇതിൻ്റെ പേരാണ് വിധവമാരെ വിഴുങ്ങുന്ന പള്ളികൾ. യേശു പറഞ്ഞു, ഇത്തരം പള്ളികളൊന്നും അതിൻ്റെ ശില്പഭംഗി എന്തായിരുന്നാലും കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ പറഞ്ഞ ഒരു വിചാരം ഇതാണ്, കുറച്ചുകൂടെ ഈ യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിപ്പാൻ യേശുവിൻ്റെ പരസ്യ ജീവിതം എന്നെ സഹായിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ഇനിയും നമുക്കതുമായി ബന്ധപ്പെടുത്തി പറയാം. എന്താണ് നമ്മൾ പറഞ്ഞത്? യു കനോട്ട് പ്ലീസ് എവ്രി വൺ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് നിങ്ങൾ ചെയ്തത് നല്ലതാകണം എന്നോ, ആർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നോ നിർബന്ധമില്ല. എല്ലാവരെയും എല്ലാ കാലത്തും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആവില്ല. ദൈവമേ, ഞാൻ എന്തൊരു മണ്ടന! എത്ര കാലമായി എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നു. യേശുവിനെ കൊണ്ടുപോലും അത് പറ്റിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ചെയ്യാനല്ല, ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുക. 2, യേശുവിൻ്റെ ഐഹിക ജീവിതം, യേശുവിൻ്റെ പരസ്യ ജീവിതം നോക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന വലിയ ഒരു തിരിച്ചറിവ് എന്താണെന്നറിയാമോ? ചില സമയത്ത് ഊമനെ പോലെ നിൽക്കണം. ജനിച്ചപ്പം മുതലുള്ള കാര്യമല്ല പറയുന്നത്. നമ്മൾ യേശുവിനെ നോക്കിക്കുക, യേശുവിൻ്റെ ന്യായവിസ്താര സമയം. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലാണെങ്കിൽ നല്ല ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുന്ന മനുഷ്യൻ. എന്ത് ചോദിച്ചാലും ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ നല്ല തഗ് സംഭാഷണം. ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചപ്പം യൂദ യേശുവിനെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പയ്യൻ എന്നോട് പറയും, അച്ഛൻ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഞാൻ ചോദിച്ചു, എന്തുവാണ്? യൂദ പറ്റിച്ചു എന്നൊന്നും പറയരുത്, യൂദ തേച്ചു എന്ന് പറയണമെന്ന്. ഞാൻ പറഞ്ഞു സമ്മതിച്ച്. കാരണം ഞങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ന്യൂജൻ ഭാഷ എന്ന് പറയുന്നത് എന്താണ്? 30 വെള്ളിക്കാശിന് യൂദ യേശുവിനെ തേച്ചു, വഞ്ചിച്ചു. നമ്മളാണെങ്കിൽ എന്താ പറയുന്നത്? ഒറ്റി കൊടുത്തു, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞതുപോലെ എപ്പോൾ ചോദിച്ചാലും നല്ല തഗ് ഡയലോഗ് പറയാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് യേശു. എന്നാൽ ന്യായവിസ്താര സമയത്ത് യേശുവിനെ കുറിച്ച് പറയുന്നത്, അവൻ ഒരു വാക്കും മിണ്ടിയില്ല. അവൻ മിണ്ടാതെ ഊമനെ പോലെ നിന്നു. ഈ ഒരു ഭാഗം എങ്ങനെയാണ് നമ്മളെ കുറച്ചുകൂടെ തിരിച്ചറിവുള്ളവരാക്കുന്നത്? എങ്ങനെയാണ് നമ്മളെ കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധമുള്ളവരാക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും, ഞാനും ഒക്കെ, നമ്മളുടെ നിസ്സഹായത അല്ലെങ്കിൽ നമ്മുടെ നിരപരാധിത്വം വിശദീകരിക്കാൻ വല്ലാതെ തത്രപ്പെടുന്നവരാണ്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, കുടുംബജീവിതത്തിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം പാഴാക്കുന്നത് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ ഈ ഒരു പോസ്ചർ, യേശുവിൻ്റെ ഈ ഒരു നിലപാട് നമുക്ക് നൽകുന്ന ഒരു ബോധ്യം, നമ്മളെ മനസ്സിലാക്കാൻ ഒരു കാരണവശാലും തയ്യാറല്ലാത്തവരുടെ മുൻപിൽ
വെറുതെ വിശദീകരിച്ച് സമയം കളയരുത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ നമ്മളെ മനസ്സിലാക്കാൻ തയ്യാറല്ലാതിരിക്കുമ്പോൾ, അങ്ങനെ തയ്യാറല്ലാത്തവരുടെ മുൻപിൽ നിരപരാധിത്വവും നിസ്സഹായതയും വിശദീകരിച്ച് സമയം കളയരുത്. കാരണം ചിലപ്പോൾ ഭാര്യയാവാം, ചിലപ്പോൾ ഭർത്താവാകാം, ചിലപ്പോൾ ഇടവക ജനങ്ങളായിരിക്കാം, ചിലപ്പോൾ അച്ഛന്മാരായിരിക്കാം, മക്കളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം. നിങ്ങളെ മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തവരുടെ മുൻപിൽ വെറുതെ വിശദീകരിച്ച് സമയം, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ വിശ്വസിക്കാൻ അവർ തയ്യാറല്ല. കാരണം നിങ്ങളെ വിശ്വസിക്കാൻ അവർക്ക് താല്പര്യമില്ല. എന്തുമാത്രം സമയമാണ് നമ്മൾ ജീവിതത്തിൽ വിശദീകരിക്കേണ്ട. നിങ്ങൾക്ക് വിശദീകരിച്ച് ആരെയും ഒന്നും ബോധ്യപ്പെടുത്താനാവില്ല. കാരണം മനുഷ്യർ നിങ്ങളുടെ വിശദീകരണം കേൾക്കുന്നത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ട്. പീപ്പിൾ ലിസൺ ടു യു നോട്ട് ടു അണ്ടർസ്റ്റാൻഡ് യു. മനുഷ്യൻ നമ്മളെ കേൾക്കുന്നത് മനസ്സിലാക്കാനല്ല. നമ്മൾ ഈ പള്ളിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന കണ്ടിട്ടില്ലേ? 2 തരത്തിൽ ചോദിക്കാം. അറിയാൻ ചോദിക്കാം, ചൊറിയാൻ ചോദിക്കാം. മക്കൾ ദേഷ്യപ്പെടുമ്പം, എടാ എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ്, വെറുതെയാണ്. എടാ ഞാൻ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ടൂറിന് വിട്ടേനെ, പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബൈക്ക് വാങ്ങിച്ചു തന്നേനെ. നിങ്ങൾ സമയം പാഴാക്കരുത്. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് ബോധ്യപ്പെടുത്താം എന്ന് നിങ്ങൾ ധരിക്കരുത്. മനുഷ്യൻ അങ്ങനെയാ. യേശു അവൻ ഒരക്ഷരവും മിണ്ടാതെ ഊമനെ പോലെ നിന്നു. ജീവിതത്തിൽ ഇത്തരം ചില സന്ദർഭങ്ങളിൽ വെറുതെ നിങ്ങളുടെ നിസ്സഹായതയും നിരപരാധിത്വവും വിശദീകരിച്ച് സമയം പാഴാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം മനസ്സിലാക്കാൻ, നിങ്ങളെ ആഴത്തിൽ അറിയാൻ താല്പര്യം ഇല്ലാത്തവരുടെ മുൻപിൽ വിശദീകരണത്തിന് മെനക്കെടരുത്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മുൻവിധി നേരത്തെ തന്നെ ഉള്ള മനുഷ്യരുടെ മുൻപിൽ, മുൻകൂട്ടി നിങ്ങളെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാക്കി വെച്ചിരിക്കുന്നവരുടെ മുൻപിൽ വെറുതെ വിശദീകരിച്ച് സമയം പാഴാക്കരുത്. യേശുവിനറിയാമായിരുന്നു പീലാത്തോസും മതനേതാക്കന്മാരും റോമൻ ഉദ്യോഗസ്ഥരും എല്ലാം അവർ തന്നെ കൊല്ലാൻ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ മുൻപിൽ വിശദീകരിച്ച് സമയം പാഴാക്കാൻ യേശു തയ്യാറാകുന്നില്ല. എന്താണ് യേശുവിനെ നോക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന വലിയ ഒരു തിരിച്ചറിവ്, ഒരു യാഥാർത്ഥ്യബോധം? ഒന്ന്, യു കനോട്ട് പ്ലീസ് എവ്രി വൺ. നിങ്ങൾക്ക് എല്ലാവരെയും എല്ലാ കാലത്തും തൃപ്തിപ്പെടുത്താൻ ആവില്ല. യേശുവിന് പോലും കഴിയാത്ത കാര്യം നിങ്ങൾക്ക് കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ എത്ര മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത്? എല്ലാത്തിനും കൃത്യമായി ഉത്തരം അറിയാവുന്ന ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ച യേശു പോലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവൻ ഊമനെ പോലെ നിന്നു. നിങ്ങളെ മനസ്സിലാക്കാൻ തയ്യാറല്ലാത്തവരുടെ മുൻപിൽ, നിങ്ങളെക്കുറിച്ച് മുൻവിധികളുള്ള മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ വിശദീകരിച്ച് സമയം പാഴാക്കരുത്. മൂന്നാമത്തെ യാഥാർത്ഥ്യ ബോധം. ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നമ്മൾ ഈ രാഷ്ട്രീയക്കാർ സാധാരണ പറയും, ഇതൊക്കെ ജനത്തിനൊരു പിണ്ണാക്കും മനസ്സിലാവത്തില്ല. ജനം ഇതൊക്കെ, നമ്മൾ ഈ അന്തിച്ചർച്ചയിലൊക്കെ വന്ന് കിടന്ന് ബഹളം വെക്കുന്ന കണ്ടിട്ടില്ലേ? പൊതുജനം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, ജനത്തിന് ഇത് മനസ്സിലാവും, ജനത്തിനൊരു പിണ്ണാക്കും മനസ്സിലാവത്തില്ല. ഞാൻ എന്താ പറയാൻ കാരണം എന്നറിയാമോ? യേശുവിനെ നോക്കിക്കേ. പീലാത്തോസിന്റെ അരമന മുറ്റത്ത് വലിയ ഒരാൾക്കൂട്ടം. യേശു സുഖമാക്കിയവരുണ്ട്, യേശു ഉയർപ്പിച്ചവരുണ്ട്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് മണാമണാന്ന് വിഴുങ്ങിയവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ മുൻപിൽ യേശുവിനെ, ബറബാസിനെ നിർത്തിയിട്ട് പീലാത്തോസ് ചോദിക്കുന്നു, നിങ്ങൾക്ക് യേശുവിനെ വേണോ ബറബാസിനെ വേണോ? ഒരുപക്ഷെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, സഭാ ശുശ്രൂഷയിൽ ഇതിനേക്കാൾ യാഥാർത്ഥ്യ ബോധം നൽകുന്ന മറ്റൊരു രംഗമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഒരു വലിയ ആൾക്കൂട്ടം പീലാത്തോസിനെ വേണോ? പീലാത്തോസ് ചോദിക്കുന്നു, യേശുവിനെ വേണോ ബറബാസിനെ വേണോ? അവർക്കാരെ മതി? ബറബാസിനെ മതി. ആ അരമനമുറ്റത്തുള്ള ഒരാൾ പോലും യേശുവിനെ വേണം എന്ന് പറഞ്ഞില്ല.
നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സഭാ തെരഞ്ഞെടുപ്പ് പോലെയോ ഇടവക തെരഞ്ഞെടുപ്പ് പോലെയാ. രണ്ട് യേശുവിനെയും ബറബാസിനെയും കൂടെ നിർത്തിയാൽ നമ്മുടെ പള്ളിയിൽ ആര് ജയിക്കും? ഞാൻ നിൽക്കണോ പോണോ? എന്തൊരു ഇതിനേക്കാൾ വലിയ ഒരു വെളിപാട് എന്താ നമുക്ക് വേണ്ടത്? നിങ്ങൾക്ക് ആരെ വേണം? ന്യായാധിപനായ പീലാത്തോസ് ചോദിക്കുന്നു, യേശു എന്ന ഈ മനുഷ്യനെ വേണോ, ബറബാസിനെ വേണോ? മനുഷ്യർക്ക് ആരെ മതി? രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ്, സഭയിലെ തെരഞ്ഞെടുപ്പ്, ഗുണ്ടകൾക്കും ഫ്രോഡുകൾക്കും കള്ളന്മാർക്കും കൈക്കൂലിക്കാർക്കും ഒക്കെയാണ് ഭൂരിപക്ഷം. മനുഷ്യർക്ക് ബറബാസുമാരെ മതി. അതുകൊണ്ട് നിങ്ങൾ മത്സരിക്കുന്നത് ബറബാസുമാരോടാണ് എന്ന് മറന്നു പോകരുത്. ബറബാസിനോട് മത്സരിച്ചാൽ നിങ്ങൾ തോറ്റുപോകും. കാരണം ജനത്തിന് ബറബാസിനെ മതി. എന്തൊരു ഭീകരമായ ലോകമാണ്. നമ്മൾ ചില രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, ചില സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, 8-10 പേരെ കൊന്നിട്ട് ജയിലിൽ നിന്ന് മത്സരിച്ചാലും മഹാഭൂരിപക്ഷം. എന്ത് തരികിട കാണിച്ചാലും, എന്ത് അതിക്രമം കാണിച്ചാലും, എന്ത് അധർമ്മം കാണിച്ചാലും ബറബാസിനാണ് ഡിമാൻഡ്. ഇതാണ് ലോകം. ഇങ്ങനെ ഒരു ലോകത്ത് നിങ്ങൾ യേശുവിനെ പോലെ ആകാൻ ശ്രമിച്ച്, യേശുവിനെ പോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാനാവില്ല. കാരണം ജനത്തിന് 2 ചോയ്സ് കൊടുത്താൽ പീപ്പിൾ വിൽ ചൂസ് ബറബാസ് ഓവർ ജീസസ്. ഇത് 2000 കൊല്ലം മുമ്പും ഇപ്പോഴും അങ്ങനെ തന്നെ. നമ്മുടെയൊക്കെ ഭരണ സംവിധാനങ്ങളുടെ പ്രധാന സ്ഥാനത്ത് വരുന്നത് ആരാണ്? സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനേക്കാൾ ഫ്രോഡുകളെയാണ് ഭരണത്തിലിരിക്കുന്നവർക്ക് താല്പര്യം. കാരണം സ്വന്തം തരികിടകൾക്ക് കൂട്ടുനിൽക്കാൻ ഫ്രോഡുകളല്ലാതെ വേറെ ആരാ ഉള്ളത്? നീതിമാനായ ഒരു ഉദ്യോഗസ്ഥൻ, സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അഴിമതിയില്ലാത്ത ഒരു മനുഷ്യൻ, അവരെ ഒന്നും ആർക്കും വേണ്ട. കാരണം ഫ്രോഡും കൂടെ ചേരത്തുള്ളൂ. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നതുകൊണ്ട് അങ്ങ് ഹിമാലയം കീഴടക്കി എന്നൊന്നും വിചാരിക്കേണ്ട. അന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് ആർക്കാ? ബറബാസിനാ. മറന്നു പോകണ്ട. ഒരു മത്സരം പോലും നടന്നില്ല. വൻപിച്ച ഭൂരിപക്ഷം, സ്വീപ്പിംഗ് മജോറിറ്റി. യേശുവിനെ പോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടും എന്ന് കരുതരുത്. ചോദ്യം, നിങ്ങൾക്ക് യേശുവിനെ പോലെ ജീവിക്കുന്നതാണോ പ്രധാനം, അതോ ആളുകളുടെ ഇഷ്ടമാണോ പ്രധാനം? ബറബാസ് ഓർ ജീസസ്? കുറെ കാര്യങ്ങളൂടെ എഴുതിക്കൊണ്ട് വന്നു. ഇത്രയൊക്കെ മതി. ഇത് തന്നെ എൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല. ഒരു പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ ചോദിക്കും, ഏത് പാട്ടാ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. അതിൻ്റെ ഞാൻ ഇന്ന് സാധകം ചെയ്യാത്തതുകൊണ്ട് അത് പാടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ആ വരികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി. നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി. നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി. വാസ്തവത്തിൽ എത്ര ഭംഗിയായി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് സംക്ഷേപിക്കാം. യേശുവിന് മുൾമുടി കൊടുത്ത ലോകം നമുക്ക് സൽപ്പേര് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ അർത്ഥമേ ഉള്ളൂ, നമ്മൾ യേശുവിനെ പോലെ അല്ല ജീവിക്കുന്നത്. യേശുവിനെ 3.5 കൊല്ലം കൊണ്ട് ആളുകൾ ക്രൂശിച്ചു. ഈ ഇരിക്കുന്നവരെ ക്രൂശിക്കാനാണെങ്കിൽ എന്നേ ക്രൂശിക്കണം. പക്ഷെ ആർക്ക് വേണം? ഞാൻ 26 കൊല്ലമായിട്ട് പ്രസംഗിക്കുന്നു, എന്നെ ആരും ഇന്നുവരെ ക്രൂശിച്ചിട്ടില്ല. എന്താ കാരണം? കാരണം ഞാൻ യേശുവിനെ പോലെ അല്ല എന്നതുകൊണ്ടാണ്. യേശുവിൻ്റെ വഴിയിൽ ഇറങ്ങി തിരിച്ചവരൊക്കെ ഇപ്പോൾ ICUവിൽ കിടന്നാണ് മരിക്കുന്നു, വെന്റിലേറ്ററിൽ കിടന്ന്. കാരണം ആർക്ക് വേണം? ഗ്രഹാം സ്റ്റെയിൻസും സ്റ്റാൻ സാമിക്കൊന്നും അങ്ങനെ മരിക്കാൻ, യേശുവിനെ പോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ ഓർക്കണം, നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി. ഹൃദയപൂർവം സത്യസന്ധമായി യേശുവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ
പ്രതിസന്ധികൾ ഉണ്ടാവാം, പോരാട്ടങ്ങൾ ഉണ്ടാവാം, ആരോപണങ്ങൾ ഉണ്ടാവാം, വിമർശനങ്ങൾ ഉണ്ടാവാം. അപ്പോഴെല്ലാം മുറുകെ പിടിക്കാൻ ഈ ഒരു പാട്ടുണ്ട്. നാഥന് മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്ക് എന്തിനായി. 3 ചെറിയ വിചാരങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. പീലാത്തോസ് യേശുവിനെ നോക്കി പറയുന്നു, ബിഹോൾഡ് ദ മാൻ, ഇതാ മനുഷ്യൻ. യേശുവിനെ പോലെ ഒരു മനുഷ്യനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നൽകുന്ന കുറേ തിരിച്ചറിവുകളുണ്ട്. അതിലൊന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാ കാലത്തും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആവില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്നോ, നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ അർത്ഥമില്ല. എല്ലാവരെയും എല്ലാ കാലത്തും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാനാവില്ല. മനുഷ്യൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമുക്ക് പ്രധാനം. അതുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ യേശുവിന് പോലും കഴിഞ്ഞില്ലെങ്കിൽ ബലഹീനരായ നമുക്ക് ഒരിക്കലും അത് സാധിക്കില്ല. അതുകൊണ്ട് എന്നോട് ഇഷ്ടമില്ലാത്തവരും ഞാൻ പറയുന്നത് സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവരും ഉണ്ട് എന്നതുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ടു പോവുകയോ തളർന്നു പോവുകയോ ചെയ്യരുത്. യേശുവിന് എന്തെല്ലാം ആരോപണങ്ങളാണ്. അവൻ ദൈവദൂഷണം പറയുന്നു, പാപികളോടും ചുങ്കക്കാരോടും കൂടെ ഭക്ഷണം കഴിക്കുന്നു, അവന് സേവയുണ്ട്, തിന്നും കുടിച്ചും നടക്കുന്നു. ഒരു മനുഷ്യനെക്കുറിച്ച് പറയാവുന്ന എല്ലാ ആരോപണങ്ങളും യേശുവിനെക്കുറിച്ച് പറഞ്ഞു. പാപമില്ലാത്തവനായി ജീവിച്ചിട്ടും എന്തെല്ലാം വിമർശനങ്ങളാ. യു കനോട്ട് പ്ലീസ് എവരി വൺ. 2, എല്ലാത്തിനും ഉത്തരമുള്ളയാളാണ് യേശു. പക്ഷേ തന്നെക്കുറിച്ചുള്ള മുൻവിധി നേരത്തെ തന്നെ രൂപപ്പെടുത്തിയ, ഒരു കാരണവശാലും തന്നെ മനസ്സിലാക്കാൻ തയ്യാറല്ലാത്ത, ഏതു വിധേനയും തന്നെ നശിപ്പിക്കാൻ അച്ചാരം വാങ്ങിയിരിക്കുന്ന കുറേ മനുഷ്യരുടെ മുൻപിൽ തൻ്റെ നിരപരാധിത്വം പറയാൻ യേശു തയ്യാറല്ല. അവൻ ഊമനെ പോലെ നിന്നു. പറഞ്ഞിട്ട് പ്രയോജനമില്ലാത്ത ഇടത്ത്, പറഞ്ഞാലും മനസ്സിലാക്കില്ല എന്ന് വാശിയുള്ളവരോട് വെറുതെ വിശദീകരിച്ച് സമയം പാഴാക്കരുത്. യേശു പറയുന്നു, എപ്പോഴും വിശദീകരിക്കാൻ തയ്യാറാകരുത്. ചില സമയത്ത് ഊമനെ പോലെ നിൽക്കണം. 3, യേശുവിൻ്റെ ന്യായവിസ്താര വേളയിൽ പീലാത്തോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അതിനുശേഷം പീലാത്തോസ് ബറബാസിനെയും യേശുവിനെ നിർത്തിയിട്ട് ചോദിച്ചു, ഇവരിൽ ആരെ നിങ്ങൾക്ക് വേണം? ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ബറബാസിനെ മതി. യേശുവിനേക്കാൾ ബറബാസിനെ ഇഷ്ടപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നിയോഗം യേശുവിൻ്റെ വഴിയെ സഞ്ചരിക്കുക, യേശുവിനെ പോലെ ജീവിക്കുക. മനുഷ്യൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കണം നമുക്ക് പ്രധാനം. വിശദീകരിച്ചിട്ട് പ്രയോജനമില്ലാത്തവരോട് വിശദീകരണം നൽകി സമയം പാഴാക്കരുത്. അവിടെ ഊമനെ പോലെ നിൽക്കണം. യേശുവിനേക്കാൾ ബറബാസിനെ ഇഷ്ടപ്പെടുന്ന ഒരു ലോകത്ത് നിങ്ങളെ ലോകം തള്ളിയാൽ, നിങ്ങളെ ലോകം വേണ്ട എന്ന് വെച്ചാൽ തളർന്നു പോകരുത്. കാരണം ഈ ലോകം യേശുവിനെ തള്ളിയ ലോകമാണ്. ബറബാസിനെ മതിയെന്ന് ഉറക്കെ നിലവിളിച്ച ഒരു ലോകമാണ്. അങ്ങനെ ഒരു ലോകത്ത് തളർന്നു പോകാതെ യേശുവിനെ പോലെ ഒരു മനുഷ്യനായി ജീവിക്കാൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യം, നാഥന് മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്ക് എന്തിനായി.